നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഓർമ്മ ഇന്റർനാഷണൽ അമേരിക്ക 250ക്ക് തുടക്കം. കോൺഗ്രസ്മാനും പൗരപ്രതിനിധികളും ഭദ്രദീപം കൊളുത്തി. ഓസ്ട്രേലിയയിൽ വംശീയ ആക്രമണത്തെ ഇരയായ ഇന്ത്യൻ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ഡാറ്റാനോവ MBN ഫൗണ്ടേഷൻ സ്റ്റെം ഗവേഷണ സിംപോസിയം 2025 ജൂലൈ 27. സാമുവൽ മത്തായിക്ക് ഗ്ലോബൽ എക്സ്പാറ്റ് എക്സലൻസ് അവാർഡ്. തോമസ് ലീഗയുടെ വിശ്വാസ പാരമ്പര്യം സൂക്ഷിക്കുന്ന സീറോ മലബാർ സഭ അനുഗ്രഹീതമെന്ന് ആർച്ച് ബിഷപ്പ് ഗ്രോവ്. H1B വിസ അലോക്കേഷൻ സിസ്റ്റം പുനഃക്രമീകരിക്കാൻ US ലോട്ടറി രീതി അവസാനിപ്പിക്കും, മികവ് മാനദണ്ഡമാക്കും. NSS ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഫാമിലി പിക്നിക് സിറയിൽ വർണ്ണാഭമായി ആഘോഷിച്ചു. ഇന്ത്യൻ 3 വീണ്ടും ട്രാക്കിലേക്ക്. വാർത്തകൾ വിശദമായി. ഓർമ്മ ഇന്റർനാഷണലിന്റെ കീഴിൽ അമേരിക്ക 250 വാർഷികാഘോഷങ്ങൾക്ക് വേണ്ടി രൂപം കൊണ്ട സെലിബ്രേഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ശനിയാഴ്ച ജൂലൈ 19 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെന്റ് തോമസ് സീറോ മലബാർ പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഫിലാഡൽഫിയയിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖ വ്യക്തികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ, കലാകാരന്മാർ, എഴുത്തുകാർ, അധ്യാപകർ, ഡോക്ടർമാർ, നഴ്സുമാർ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ ശോഭിക്കുന്ന മലയാളി വ്യക്തിത്വങ്ങൾ അവരുടെ സാന്നിധ്യവും സന്ദേശവും കൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിനെ മൂടിപിടിപ്പിച്ചു. കോൺഗ്രസ്മാൻ ബ്രയൻ ഫിറ്റ്സ്പാട്രിക്, പെൻസിൽവാനിയ സ്റ്റേറ്റ് സെനറ്റർ ജോ പിക്കോസി, ഏഷ്യാനെറ്റ് നോർത്ത് അമേരിക്ക ഹെഡ് ഡോക്ടർ കൃഷ്ണ കിഷോർ, ചീഫ് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി ജോവിൻ ജോസ്, ആത്മീയാചാര്യൻ ഫാദർ MK കുര്യാക്കോസ്, സാഹിത്യകാരൻ പ്രൊഫസർ കോശി തലയ്ക്കൽ, ഇന്ത്യ പ്രസ് ക്ലബ് മുൻ നാഷണൽ സെക്രട്ടറി വിൻസെന്റ് ഇമാനുവൽ, മുൻ ഫൊക്കാന സെക്രട്ടറിയും മുൻ ഫോമ പ്രസിഡന്റുമായ ജോർജ് മാത്യൂസ് CPA, ന്യൂ അമേരിക്കൻസ് ആൻഡ് എത്നിക് കോർഡിനേറ്റിംഗ് കൗൺസിൽ ചെയർ ഡോക്ടർ ഉമർ ഫാറൂഖ്, മുൻ സിറ്റി കൗൺസിൽമാൻ അറ്റോർണി ഡേവിഡ് O, ഓർമ്മ ഇന്റർനാഷണൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോസ് ആറ്റുപുറം, പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ എന്നിവർ സംയുക്തമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അമേരിക്ക 250 സെലിബ്രേഷൻസ് കൗൺസിൽ ചെയർമാൻ ജോർജ് നടവയൽ, ഓർമ്മ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റി എബ്രഹാം, ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർ ജോസ് തോമസ്, PRO മെർലിൻ മേരി അഗസ്റ്റിൻ, അമേരിക്ക റീജിയൻ വൈസ് പ്രസിഡന്റ് പിന്റോ കണ്ണമ്പിള്ളി, ഫിലാഡൽഫിയ ചാപ്റ്റർ പ്രസിഡന്റ് ഷൈല രാജൻ, ഫിലാഡൽഫിയ പോലീസ് സർജൻ ബ്ലെസൻ മാത്യു, അനീഷ് ജെയിംസ്, വിഷ്വൽ മീഡിയ ചെയർ അരുൺ കോവാട്ട, ചാപ്റ്റർ സെക്രട്ടറി ലീതു ജിതൻ, ചാപ്റ്റർ ട്രഷറർമാർ മറിയാമ്മ ജോർജ്, ആലീസ് ജോസ് ആറ്റപ്പുറം, സെബിൻ സ്റ്റീഫൻ എന്നീ ഭാരവാഹികൾ ഏകോപനം നിർവഹിച്ചു. സ്വാതന്ത്ര്യലബ്ധിയുടെ 250-ാം വർഷത്തിലേക്ക് അമേരിക്ക എന്ന മഹത് രാഷ്ട്രം കാലൊന്നുമ്പോൾ ഇന്ത്യൻ മലയാളി സമൂഹം ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുമുള്ള തലമുറകളുടെ സേവനങ്ങൾ വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഉന്നമനത്തിന് സഹായിച്ചു എന്നത് മധുരിക്കുന്ന ഓർമ്മയാണെന്ന് പ്രസംഗകർ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ മലയാളികളുടെ ഗുണാത്മക സംഭാവനകളെ മിഴിവുറ്റതാക്കി ഉയർത്തിക്കാണിക്കുക എന്ന ദൗത്യമാണ് അമേരിക്ക 250 സെലിബ്രേഷൻസ് കൗൺസിൽ നിർവഹിക്കുക. അമേരിക്ക 250 വാർഷികാഘോഷങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തുന്ന ജൂലൈ 4, 2026 വരെ കൗൺസിൽ അണമുറിയാതെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അരങ്ങുകളിലും അമേരിക്കൻ മലയാളികളുടെ അതുല്യമായ സംഭാവനകളെ ഹൈലൈറ്റ് ചെയ്യും. ഫിനാലെയിൽ കലാസന്ധ്യയും അവാർഡ് നിശയും സംഘടിപ്പിക്കും. 3 തലമുറകളിൽ നിന്നുള്ള അമേരിക്കൻ മലയാളികളിലെ പ്രഗത്ഭരുടെ പ്രഭാവത്തെ ദീപ്തമാക്കും. അമേരിക്ക 250 സെലിബ്രേഷൻസ് കൗൺസിൽ ചെയർമാൻ ജോർജ് നടവയലിന്റെ മുഖ്യ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഓർമ്മ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റി എബ്രഹാം മുഖ്യ അവതാരകയായി. ഓർമ്മ ഇന്റർനാഷണൽ പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ അധ്യക്ഷ പ്രസംഗവും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജോസ് ആറ്റുപുറം ആമുഖ പ്രസംഗവും നടത്തി. ഏഷ്യാനെറ്റ് വൈസ് പ്രസിഡന്റ് അനിൽ അടൂർ, പെൻസിൽവാനിയ നഴ്സസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ബിന്ദു എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു. സെലിബ്രേഷൻസ് കൗൺസിൽ ചെയർമാൻ ജോർജ് നടവയൽ, അമേരിക്ക റീജിയൻ വൈസ് പ്രസിഡന്റ് പിന്റോ കണ്ണമ്പിള്ളി, ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർ ജോസ് തോമസ് എന്നിവർ മുഖ്യാതിഥികളെ സദസ്സിന് പരിചയപ്പെടുത്തി. ഏഷ്യൻ അമേരിക്കൻ ബിസിനസ് അലയൻസ് ഓഫ് ഗ്രേറ്റർ ഫിലാഡൽഫിയ ഗവേൺസ് കംപ്ലയിൻസ് കമ്മിറ്റി ചെയർ മാത്യു തരകൻ, പമ്പ പ്രസിഡന്റ് ജോൺ പണിക്കർ, ഫിലാഡൽഫിയ പ്രസ് ക്ലബ് സെക്രട്ടറി സുമോദ് നെല്ലിക്കാല, വേൾഡ് മലയാളി കൗൺസിൽ പെൻസിൽവാനിയ പ്രസിഡന്റ് നയനൻ മത്തായി, ട്രൈസ്റ്റേറ്റ് കേരള ഫോറം എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻമാരായ ഫിലിപ്പോസ് ചെറിയാൻ, തോമസ് പോൾ, പ്രൊമോട്ടർ ലോറൻസ് തോമസ്, കലാ സെക്രട്ടറി സ്വപ്ന സജി, പ്രൊമോട്ടർ സ്റ്റാൻലി എബ്രഹാം എന്നീ സാമൂഹ്യ നേതാക്കൾ പതാക വന്ദനം നിർവഹിച്ചു.
കുമാരി നയനാദാസ് അമേരിക്കൻ ദേശീയ ഗാനവും മെർലിൻ മേരി അഗസ്റ്റിൻ, ശൈല രാജൻ എന്നിവർ ഇന്ത്യൻ ദേശീയ ഗാനവും ആലപിച്ചു. യുവപ്രതിഭ ജോൺ നിഖിലിന്റെ വയലിൻ സോളോ, ഡോക്ടർ ആനി എബ്രഹാമിന്റെ ഭാവനിർഭരമായ മോഹിനിയാട്ടം, കുമാരി ജനേജിത്തിന്റെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ടാബ്ലോ എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി. ഓർമ്മ ഇന്റർനാഷണൽ ട്രഷറർ റോഷൻ പ്ലാമോട്ടിൽ അനുമോദന സന്ദേശം അറിയിച്ചു. ആലിസ് ജോസ് റിസപ്ഷൻ ക്രമീകരിച്ചു. PRO മെർലിൻ മേരി അഗസ്റ്റിൻ കൃതജ്ഞത അർപ്പിച്ചു. സെബിൻ സ്റ്റീഫൻ, അരുൺ കോവാട്ട്, അലക്സ് ബാബു, അമ്മയ്യ എന്നിവർ ഛായാഗ്രഹണവും ഡെനി കൊരുവിള ശബ്ദ ക്രമീകരണവും സോഫി നടവയൽ രംഗസംവിധാനവും നിർവഹിച്ചു. മയൂര റെസ്റ്റോറന്റ് ലഘു വിരുന്നൊരുക്കി. കോഴിക്കോട് കളർ പ്രസ് സുനോജ്, ന്യൂയോർക്ക് MGM ഗ്രാഫിക് റെജി ടോം എന്നിവർ രംഗപടമൊരുക്കി. മെഡിക്കൽ പ്രൊവൈഡർമാരായ ബ്രജിത് പാറപ്പുറത്തും ഷീബ ലയോയും നേതൃത്വം നൽകുന്ന ട്രിനിറ്റി കെയർ മെഡിക്കൽ ക്ലിനിക് സ്പോൺസറായി. ന്യൂസ് ഡെസ്ക് മലയാളി. ഓസ്ട്രേലിയയിലെ അഡലൈഡിൽ 23 വയസ്സുള്ള ഇന്ത്യക്കാരനെ വംശീയ അധിക്ഷേപം ചൊരിഞ്ഞ ഒരു സംഘം ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ട ചരൺപ്രീത് സിംഗിനെ തെരുവിൽ ഉപേക്ഷിച്ച സംഘം കടന്നുകളഞ്ഞു. ഒരാളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ കഴിയുന്ന സിംഗ് അവശനാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തിരിച്ചു നാട്ടിൽ പോകണമെന്നാണ് തോന്നുന്നത്. ആശുപത്രിയിൽ കിടക്കുന്ന സിംഗ് പറഞ്ഞു, നമുക്ക് ശരീരത്തിൽ എന്തു മാറ്റിവെച്ചാലും നിറം മാറ്റാനാവില്ല. കാർ പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണമായത്. ഇന്ത്യക്കാരനെന്ന് വിളിച്ച് അശ്ലീലം ചൊരിഞ്ഞാണ് ആക്രമിച്ചത്. നഗരഹൃദയത്തിലെ കെന്റോർ അവന്യൂവിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കാറിൽ നിന്ന് വലിച്ചിറക്കി ബോധം കെടുന്നത് വരെ തല്ലിയെന്ന് സിംഗ് പറയുന്നു. എൻഫീൽഡിൽ നിന്നുള്ള 20 വയസ്സുകാരനെ ഞായറാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ഒരു വിവരവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി. ഡാറ്റനോവ MBN ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫൈനൽ സിംപോസിയം സ്ട്രീം 2025 ജൂലൈ 27 ന്യൂജേഴ്സിയിലെ എഡിസണിലുള്ള മിഡിൽ ഡെസ്ക് കോളേജിൽ നടക്കും. ഡോക്ടർ ലതാ നായരുടെ നേതൃത്വത്തിലുള്ള STEM ഗവേഷണ സംരംഭത്തിന്റെ ഭാഗമായാണ് ഈ സുപ്രധാന സിംപോസിയം സംഘടിപ്പിക്കുന്നത്. മിഡിൽ സെക്സ് കോളേജിലെ 2600 വുഡ്ബ്രിഡ്ജ് അവന്യൂവിലാണ് പരിപാടി നടക്കുക. STEM മേഖലയിലെ പുതിയ കണ്ടെത്തലുകളും ഗവേഷണങ്ങളും പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു വേദിയായിരിക്കും ഈ സിംപോസിയം. വിദ്യാർത്ഥികൾക്ക് യഥാർത്ഥ ലോകത്തിലെ മത്സര വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ സഹായിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈ സംരംഭത്തിന്റെ പ്രധാന സവിശേഷതകളിലൊന്ന് ഈ മേഖലയിലെ വിദഗ്ധരായ മെന്റർമാർ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു എന്നതാണ്. MBN ഫൗണ്ടേഷനുമായി സഹകരിച്ച് അടുത്ത തലമുറയിലെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിവുള്ളവരെ വാർത്തെടുക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗവേഷണ പ്രൊജക്ടുകൾ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പ്രൊജക്ട് അവതരണങ്ങൾ സിംപോസിയത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരിക്കും. STEM വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും താൽപ്പര്യമുള്ളവർക്ക് പുതിയ അറിവുകൾ നേടുന്നതിനും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഈ സിംപോസിയം മികച്ച അവസരമൊരുക്കും. ന്യൂസ് ഡെസ്ക് മലയാളി. സാമുവൽ മത്തായിക്ക് ഗ്ലോബൽ എക്സ്പാക്ട് എക്സലൻസ് അവാർഡ്. ഷാർജയിലെ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ M4U എന്റർടൈൻമെന്റ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, ഷാർജ സഫാരി മാൾ എന്നിവയുടെ സഹകരണത്തോടെ ജൂലൈ 25 വൈകിട്ട് 6 സഫാരി മാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കും. പ്രശസ്ത പിന്നണി ഗായകനായ G വേണുഗോപാലിന്റെ സിനിമാ സംഗീത ജീവിതത്തിന്റെ 40 വർഷങ്ങൾ ആഘോഷിക്കുന്ന വേദിയിലാണ് സാമുവൽ മത്തായിക്ക് പ്രവാസി പുരസ്കാരം സമ്മാനിക്കുന്നത്. ഷെയ്ഖ് ഖാലിദ് ബിൻ നാസർ അൽ ഖാസിമി, SIA പ്രസിഡന്റ് നിസാർ തലങ്കര തുടങ്ങിയവർ മുഖ്യാതിഥികളായി എത്തുന്നു. ഗായകൻ വേണുഗോപാലിനൊപ്പം അദ്ദേഹത്തിന്റെ മകനും പിന്നണി ഗായകനായ അരവിന്ദ് വേണുഗോപാലും മിഡിൽ ഈസ്റ്റിലെ പ്രശസ്ത സംഗീതജ്ഞരും ഗായകരും നർത്തകരും പരിപാടികൾ അവതരിപ്പിക്കും. നോർത്ത് അമേരിക്കയിലെ ഡാലസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യവസായിയായ സാമുവൽ മത്തായി മികച്ച സംഘാടകനും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ ഫോമയുടെ വിദ്യാഭ്യാസ ഭാഷാ സമിതിയുടെ ചെയർമാനാണ്. ന്യൂസ് ഡെസ്ക് മലയാളി. തമിഴ് സിനിമയിലെ ആദ്യ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന വിശേഷണത്തിന് അർഹമായിരുന്നു 1996 പുറത്തിറങ്ങിയ കമൽഹാസന്റെ ഇന്ത്യൻ എന്ന ചിത്രം. ദേശീയ അവാർഡ് നേടിയ ഈ ശങ്കർ ചിത്രം ഇന്ത്യയിലുടനീളമുള്ള പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യൻ 3 വീണ്ടും ട്രാക്കിലേക്ക്. 2017 ഇന്ത്യൻ 2 പ്രഖ്യാപിച്ചത്. എന്നാൽ പല തടസ്സങ്ങൾ കാരണം 7 വർഷത്തിന് ശേഷമാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്.
റിലീസ് വൈകിയെങ്കിലും ആരാധകർക്കിടയിൽ ചിത്രത്തിലുള്ള പ്രതീക്ഷ ഉയർന്നു തന്നെ നിന്നു. എന്നാൽ ഇന്ത്യൻ 2 തിയേറ്ററിൽ പരാജയപ്പെടുകയും ശങ്കറിന്റെ ഏറ്റവും മോശം ചിത്രമായി വിമർശിക്കപ്പെടുകയും ചെയ്തു. ചിത്രത്തിന്റെ VFXനെയും സൗണ്ട് സീക്വൻസുകളെയും നെറ്റിസൺസ് രൂക്ഷമായി വിമർശിക്കുകയും ട്രോളുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. അപ്പോസ്തലനായ വിശുദ്ധ തോമസ് ശ്ലീഹ പകർന്നു തന്ന വിശ്വാസ പൈതൃകവും പാരമ്പര്യവും ജീവസുറ്റതും അമൂല്യവുമാണെന്ന് മിൽവാക്കി ആർച്ച് ബിഷപ്പ് ജെഫ്രി എസ് ഗ്രോവ് പറഞ്ഞു. വിസ്കോൺസിൻ സീറോ മലബാർ മിഷനിൽ പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ആഘോഷപൂർവമായ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു അഭിവന്ദ്യ പിതാവ്. ഉദ്ധിതനായ മിശിഹായെ മറ്റുള്ളവർക്കൊപ്പം ദർശിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടതിൽ സ്ലേഹായിൽ പ്രകടമായ നിരാശയും ദുഃഖവും ശാഠ്യവും ഗുരുസ്നേഹത്തിന്റെ അനന്തമായ ആഴവും വ്യാപ്തിയും പ്രതിഫലിപ്പിക്കുന്നതാണ്. തോമാസ് സ്ലീഹയുടെ അഭിലാഷം മിശിഹ പിന്നീട് സമൂഹമധ്യേ പൂർത്തീകരിക്കുന്നതായി സുവിശേഷത്തിൽ നാം കാണുന്നു. വിശുദ്ധ അന്തോണിസിന്റെയും തോമാസ് സ്ലീഹയുടെയും സംയുക്ത തിരുനാളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ആർച്ച് ബിഷപ്പിനെയും ഷിക്കാഗോ രൂപതയുടെ അഭിവന്ദ്യ മെത്രാൻ മാർ ജോയ് ആലപ്പാടിനെയും മിഷൻ ഡയറക്ടർ റവറൻ ഫാദർ നവീൻ പള്ളുരുത്തിൽ, പാരിഷ് ഫാസ്റ്റർ റവറൻ ഫാദർ PC തോമസ് പള്ളോട്ടൈൻ, ട്രസ്റ്റി വിൻസെന്റ് സക്കറിയാസ്, സിസ്റ്റർ സ്മിത പാറപ്പുറം CMC, തിരുനാൾ പ്രസിഡന്റ് ബൈജു ആൻഡ് സ്മിത വയലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിസ്കോൺസിനിലെ സീറോ മലബാർ സഭയിലെ ബഹുമാനപ്പെട്ട വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെട്ട വിശ്വാസ സമൂഹം ഒത്തുചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കേരളീയ തനിമയോടുകൂടി ഷിക്കാഗോയിലെ മേളം ഗ്രൂപ്പ് നേതൃത്വം നൽകിയ കർണാനന്ദകരമായ ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ വിശിഷ്ടാതിഥികളെ ഊഷ്മളമായി സ്വീകരിച്ച് ദേവാലയത്തിലേക്ക് ആനയിച്ചു. അഭിവന്ദ്യ പിതാക്കന്മാർക്കും വിശ്വാസ സമൂഹത്തിനും തിരുനാൾ കമ്മിറ്റി കൺവീനർ തോമസ് ഡി ക്രൂസ് തറപ്പിൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന ആഘോഷപൂർവമായ തിരുനാൾ കുർബാനയ്ക്ക് അഭിവന്ദ്യ മെത്രാൻ മാർ ജോയ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിസ്കോൺസിനിൽ സേവനം ചെയ്യുന്ന സീറോ മലബാർ വൈദികർ സഹകാർമ്മികരായി. മലയാളം, സുറിയാനി, ഇംഗ്ലീഷ് ഭാഷകളിൽ കുർബാനയിൽ ആലപിച്ച മനോഹരമായ ആരാധനാക്രമ ഗീതങ്ങൾ തദ്ദേശീയർ ഉൾപ്പെട്ട വിശ്വാസ സമൂഹത്തിന് പുതിയ അനുഭവമായി. കുർബാനാനന്തരം നടന്ന ഭക്തിപൂർവമായ തിരുനാൾ പ്രദക്ഷിണത്തിൽ അഭിവന്ദ്യ പിതാക്കന്മാർ ലുത്തേനിയ ഗീതത്തോടൊപ്പം ഉടനീളം പങ്കെടുത്തു. തുടർന്ന് പാരിഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയ്ക്ക് പാരിഷ് കൗൺസിൽ അംഗങ്ങളായ സ്റ്റീഫൻ പോളി, അൽഫോൺസ ജോൺ പോൾ, ഷൈനി പി കുര്യൻ, രേഷ്മ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. ഷിക്കാഗോയിൽ ഒരേ കാലത്ത് സഹമെത്രാൻമാർ ആയിരുന്നപ്പോൾ സഹായ മെത്രാൻമാർ ആയിരിക്കുമ്പോൾ ആർച്ച് ബിഷപ്പ് ഗ്രോബുമായി സൂക്ഷിച്ചു പോന്ന സൗഹൃദം ബിഷപ്പ് ജോയ് ആലപ്പാട്ട് ഓർമ്മിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് എൽറോയ് കോലഞ്ചേരി പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി. വിസ്കോൺസിൻ സീറോ മലബാർ മിഷൻ ഡയറക്ടർ റവറൻ ഫാദർ നവീൻ പള്ളുരുത്തിൽ തിരുനാളിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം H-1B വിസ അലോക്കേഷൻ സിസ്റ്റം പുനഃക്രമീകരിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ദീർഘകാലമായി നിലനിന്നിരുന്ന ലോട്ടറി രീതി അവസാനിപ്പിക്കാനാണ് നീക്കം. വെയ്റ്റഡ് സീലക്ഷൻ പ്രക്രിയയ്ക്ക് അനുകൂലമായാണ് പുതിയ നിർദ്ദേശം. ജൂലൈ 17 ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ഈ മാറ്റം വിശദീകരിക്കുന്ന ഒരു നിർദ്ദേശം ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് ഓഫീസിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രോഗ്രാമിന്റെ പരിധിയിലുള്ള വിഭാഗത്തിന് ബാധകമാകും. നിലവിൽ ഓരോ വർഷവും 85,000 പുതിയ H-1B വിസകൾ നൽകുന്നുണ്ട്. ഇതിൽ 20,000 എണ്ണം US സ്ഥാപനത്തിൽ നിന്ന് മാസ്റ്റർ ബിരുദമോ അതിൽ കൂടുതലോ ഉള്ള അപേക്ഷകർക്കായി നീക്കിവച്ചിരിക്കുന്നു. അപേക്ഷകളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വിസ അനുവദിക്കുന്നതിന് ഒരു റാൻഡം ലോട്ടറി സംവിധാനമാണ് പിന്തുടരുന്നത്. കഴിവുകൾ പരിഗണിക്കാതെ എല്ലാ അപേക്ഷകരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു സമീപനം. DHS ഇതുവരെ പൂർണ്ണ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അധിക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി അപേക്ഷകർക്ക് മുൻഗണന നൽകുക എന്ന നിലപാടാണ് നിർദ്ദിഷ്ട നിയമം ലക്ഷ്യമിടുന്നത്. ശമ്പളം അടിസ്ഥാനമാക്കി അപേക്ഷകരെ റാങ്ക് ചെയ്യുക എന്നതാണ് ആദ്യപടി.
അതുവഴി കുറഞ്ഞ വേതനക്കാരായ തൊഴിലാളികളെക്കാൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് മുൻഗണന നൽകുക എന്നതാണ് ലക്ഷ്യം. ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ പ്രധാന സാങ്കേതിക സ്ഥാപനങ്ങളെ ഈ മാറ്റം ബാധിച്ചേക്കാം. അതേസമയം വിസ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സർവകലാശാലകളെയും ലാഭേച്ഛയില്ലാത്ത ഗവേഷണ സ്ഥാപനങ്ങളെയും നിർദ്ദിഷ്ട മാറ്റങ്ങൾ ബാധിക്കില്ല. ഈ മാറ്റം ഇന്ത്യൻ പൗരന്മാരെ കാര്യമായി ബാധിച്ചേക്കാം. 2022 അംഗീകൃത H-1B വിസകളുടെ 77% അവർക്ക് ലഭിച്ചു. 2023 സാമ്പത്തിക വർഷത്തിലും ഈ പ്രവണത നിലനിന്നിരുന്നു. 3,86,000 വിസകൾ നൽകിയതിൽ 72.3% ഇന്ത്യക്കാരായിരുന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. NSS ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഈ വർഷത്തെ ഫാമിലി പിക്നിക് ജൂലൈ 13 ഞായറാഴ്ച സറയിലെ ബെയർ ക്രീക്ക് പാർക്കിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു. മുതിർന്ന കുടുംബാംഗമായ ഉണ്ണി ഒപ്പത്ത് കേക്ക് മുറിച്ച് പിക്നിക് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുടുംബാംഗങ്ങൾക്കായി വോളിബോൾ, വടംവലി, കസേരകളി, അക്ഷരശ്ലോകം തുടങ്ങി വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണം ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഈ പരിപാടി ഇത്രയും വിജയകരമാക്കാൻ അക്ഷീണം പ്രയത്നിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും NSS ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ പ്രസിഡന്റ് തമ്പാനൂർ മോഹൻ അനുസ്മരിച്ചു. പങ്കെടുത്ത എല്ലാവർക്കും സഹായ സഹകരണങ്ങൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. സെക്രട്ടറി സംഗീത് നായരുടെ കൃതജ്ഞതയോടെ ഈ വർഷത്തെ പിക്നിക് ആഘോഷങ്ങൾക്ക് സമാപനമായി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.